This video is sponsored by SBO Digital Marketing. இப்போ நாத்துக்கு பெரிய தப்பு தினம் 300 ரூபாய் சம்பாதிக்க அரிய வாய்ப்பு. இன்ஸ்டாகிராம், ஃபேஸ்புக் பயன்படுத்த தெரிந்தால் போதும் கண்டென்ட் போஸ்ட் அண்ட் கண்டென்ட் பப்ளிஷிங் மூலமா தினம் 300 ரூபாய் சம்பாதிக்கலாம். இந்த வேலை செய்ய 5 நிமிடம் போதும். ஒர்க் ட்ரைனிங் சப்போர்ட், குரூப் கம்யூனிகேஷன் சப்போர்ட், ஆல் லாங்குவேஜ் கஸ்டமர் லைவ் சாட் சப்போர்ட், முக்கியமா சொந்தமா ஒரு பிசினஸ் ஸ்டார்ட் பண்ற அளவுக்கு உங்களால கற்றுக்கொள்ளவும் முடியும், சம்பாதிக்கவும் முடியும். இந்த வேலை வாய்ப்பு வழங்குவது 5 வருடத்துக்கு மேல ரன் ஆகிட்டு இருக்க நம்ம தமிழ்நாட்டு கம்பெனி ஸ்கூல் ஆஃப் பிசினஸ் ஆர்கனைசேஷன் பிரைவேட் லிமிடெட். மேலும் விவரங்களுக்கு டிஸ்கிரிப்ஷன்ல கொடுத்திருக்க நம்பருக்கு வாட்ஸ்அப் பண்ணுங்க. ഹലോ ഗൈസ്, ഞാനിന്ന് വന്നേക്കുന്നത് ഒരു പൊങ്കൽ റെസിപ്പി ആയിട്ടാണ്. പൊങ്കൽ എന്ന് പറഞ്ഞാൽ ഒരു ആഘോഷത്തിൻ്റെ പേര് മാത്രമല്ല, ഒരു ഫുഡ് ഐറ്റംസിൻ്റെ പേര് കൂടിയാണ് നമ്മുടെ പൊങ്കൽ എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണിത്. ഇത് വന്നിട്ട് നമ്മുടെ റൈസും ചെറിയ പയറുണ്ടല്ലോ, ചെറുപയർ, പ്രഥമനൊക്കെ പായസത്തിന് എടുക്കുന്നില്ലേ, ആ പയർ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് പച്ചരിയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. പച്ചരി ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. ഈ ഒരു ചെറിയ ഗ്ലാസ്സിന് 2 ഗ്ലാസ് പച്ചരി എടുത്തേക്കുന്നുണ്ട്. ആ 2 ഗ്ലാസ് പച്ചരിക്ക് ഞാൻ 1/2 ഗ്ലാസ് പരിപ്പാണ് എടുക്കുന്നത്. ചെറിയ പരിപ്പിലുണ്ടല്ലോ. ഞാനിപ്പോൾ അതൊരു 2 വിസിലേ വെക്കുന്നുള്ളൂ. 2 വിസിലിന് ശേഷം നമുക്ക് പരിപ്പ് ചേർക്കണം. അതിൽ ഞാനിപ്പോൾ 1/2 ഗ്ലാസ് പരിപ്പാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ റൈസ് ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ടാവും. ഇതിനകത്തേക്ക് നമുക്ക് പരിപ്പ് കഴുകി വെച്ചിട്ടുള്ളത് കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വേവിക്കണം. ഈ പൊങ്കൽ എന്ന് പറഞ്ഞാൽ കുറച്ച് കുഴഞ്ഞ രൂപമാണ്, അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പച്ചരി എടുക്കുന്നത്. ഈ പച്ചരി ഒരു ചോറിൻ്റെ പരുവമായിട്ടേ ഉള്ളൂ. നമുക്ക് പൊങ്കലിൻ്റെ പരുവമാവാൻ ഇച്ചിരി കൂടി വേവണം. അതുകൊണ്ട് ഞാനിത് ഒരു 2 ഗ്ലാസ് വെള്ളം വെച്ച് ഒന്നും കൂടി വേവിക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പരുവത്തിനിരിക്കണം. ഇത് ആറുമ്പോഴത്തേക്ക് നല്ല ടൈറ്റായി നല്ല കഴിക്കുന്ന പരുവത്തിനായി കിട്ടും. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന് താളിച്ച് ചേർക്കണം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലല്ല, നമ്മൾ പശു നെയ്യാണ് ചേർക്കുന്നത്. അതിനകത്തോട്ട് ഇച്ചിരി ഒരു ടേബിൾ സ്പൂണിൽ 1 ടീസ്പൂണ് ജീരകം, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക്. പെപ്പർ ഇങ്ങനെ തന്നെ ഇട്ടേക്കുന്നത്, മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ചേർക്കുന്നത് നമ്മൾ. ആ കുരുമുളക് കടിക്കാൻ കിട്ടുമ്പോഴാണ് ആ പൊങ്കലിനൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. പിന്നെ ആ നെയ്ക്കകത്ത് ജീരകവും കുരുമുളകും കിടന്നൊന്ന് നന്നായിട്ട് ഫ്രൈ ആയി. അത് നമ്മുടെ പൊങ്കലിനകത്ത് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പൊങ്കലിന് നല്ല നെയ്യിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക.